ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങളുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിൽ നിന്നാകാം, നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് റിലേറ്റീവ്സിൽ നിന്നാകാം, ഫ്രണ്ട്സിൽ നിന്നാകാം, ഓർ ഈവൻ ഫ്രം നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നാവാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. കാരണം അവരെപ്പോഴും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈവൻ ആ പ്രശ്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി അല്ലെങ്കിൽ പോലും അത് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. അതായത് ഞാനാണോ ശരി, അതോ ആ വ്യക്തിയാണോ ശരി, അങ്ങനെ നിങ്ങളുടെ റിയാലിറ്റി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളാണ് ആ റിലേഷൻഷിപ്പിലെ ഫോൾട്ട് എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കും. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനോടുള്ള ഇൻസൈറ്റ് ഉണ്ടാവുക, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം ഓപ്പൺ ആയിട്ട് ഒരാളോടെങ്കിലും തുറന്നു പറയുക. അത് നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലി മെമ്പർ ആകാം, അല്ലെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആകാം. ഇനി ഇതൊന്നും സേഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ പ്രൊഫഷണൽ ഹെൽപ്പ്. നിങ്ങൾക്കൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഓർ തെറാപ്പിസ്റ്റിനോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥകളെല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഗ്രാജുവലി യു ബിൽഡ് ഇൻസൈറ്റ്. ഒരു ഇൻസൈറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തെടുക്കേണ്ട തീരുമാനം ദ ഡിസിഷൻ ടു ലീവ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കും ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് അറിയാനായിട്ട് പോലും എന്തുകൊണ്ട് ഇതിൽ കടിച്ചു നിൽക്കുന്നു, ഇതിൽ നിന്ന് വെളിയിൽ വന്നുകൂടെ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് ടോക്സിക് ആയിട്ട് പെരുമാറുന്നതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ നല്ലൊരു സ്നേഹപ്രകടനം, അതിന് പറയുന്നതാണ് ലവ് ബോംബിങ്. ഈ ഒരു റിലേഷൻഷിപ്പിനാണ് ദിസ് ഇസ് ലൈക്ക് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. സോ ആ ഒരു സ്നേഹപ്രകടനത്തിലൂടെ നമ്മൾ ചിലപ്പം വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം. ലൈക്ക് അവർക്ക് നമ്മളോട് സ്നേഹത്തെ പ്രതി ആയിരിക്കും ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് അതിൽ ഉണ്ടാവും. സോ ഇഫ് അൾട്ടിമേറ്റ്ലി ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പെയിൻ മാത്രമാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു വോക്ക് അവേ ഫ്രം ദം. അതുപോലെ തന്നെ ഇതുപോലത്തെ റിലേഷൻഷിപ്പിൽ നിന്ന് വെളിവരാൻ പ്രശ്നമുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുമോ എന്ന് നമ്മൾ ചിന്തിക്കും. സോ അവർ ചിലപ്പോൾ പറയും നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള സെൻറ്റൻസസ് കൂടി നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും, നമ്മൾ വേർത്തിയാണോ ഇനി നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു മറ്റൊരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ വേർത്തിയാണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ട് നിങ്ങളുടെ വേർത്ത്നെസ് ഇല്ലാതാവുന്നില്ല, നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയപ്പെടുന്നില്ല. യു ഡിസേർവ് ബെറ്റർ. Your life matters. Take care of yourself. Thank you. Bye.